രോഗിയായ മകനോടൊപ്പം ആശുപത്രിയിൽ കിടക്കാൻ ഉറങ്ങുകയായിരുന്ന 26-കാരിയായ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊൽക്കത്തയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആശുപത്രിയിലെ വാർഡ് ബോയിയായ തനയ് പാലാണ് അറസ്റ്റിലായത്. 26 വയസ്സായിരുന്നു തനയ് പാലിന്. പശ്ചിമ ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുൻപാണ് അടുത്തൊരു സംഭവം. പ്രതി വാർഡിലേക്ക് പ്രവേശിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി. പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പാലിനെ പോലീസ് കസ്റ്റഡിയിലും വിട്ടു. സംഭവത്തിൽ വിമർശനവുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. BJP IT സെൽ മേധാവിയും പാർട്ടിയുടെ സംസ്ഥാന നേതാവുമായ അമിത് മാളവ്യ തന്നെ രൂക്ഷമായി വിമർശിച്ചു. എക്സിലൂടെയായിരുന്നു വിമർശനം. പശ്ചിമ ബംഗാളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികൾ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിനി ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും അമിത് മാളവ്യ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലെ ബിർഭും ജില്ലയിലെ ഒരു സർക്കാർ ആശുപത്രിയിലും നഴ്സും പീഡനത്തിനിരയായി. കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിലേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന രോഗിക്ക് ട്രിപ്പ് നൽകുന്നതിനിടെയായിരുന്നു പീഡനം. ഇതോടെ നഴ്സ് നിലവിളിച്ച് ആൾക്കാരെ അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. രോഗിയെ പോലീസ് അറസ്റ്റും ചെയ്തു. അടുത്തിടെ കൊൽക്കത്തയിലെ കസ്ബയിൽ ഓടുന്ന ബസ്സിൽ സഹയാത്രികൻ യുവതിയെ പീഡിപ്പിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി നിലവിളിക്കുകയും തുടർന്ന് മറ്റുള്ള യാത്രക്കാർ പ്രതിയെ പിടികൂടി മർദ്ദിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു.